ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബനാന വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ചെറിയ പഴമാണ് കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നടുവ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു നടുവ് കട്ട് ചെയ്ത പീസ് ഒരു 2-3 പീസൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പഴം തന്നെ മതി കേട്ടോ, ധാരാളമാണ്. നമുക്ക് ഒരുപാട് സ്നാക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെറിയ പഴം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വലിപ്പം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ പീസാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴമൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പഴത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും 2 മുട്ടൻ്റെ ആവശ്യമില്ല, 1 മുട്ട മാത്രം മതി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തികയില്ല വിചാരിച്ചിട്ടാണ് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്കി പിന്നെയും മുട്ട ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് 1 മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ബനാനയിൽ അധികം മുട്ട ഇങ്ങനെ പിടിച്ചിരിക്കൊന്നുമില്ലല്ലോ, കാരണം അതുകൊണ്ട് തന്നെ 1 മുട്ട മതി കേട്ടോ. അപ്പോൾ മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ പഴംപൊരി കഴിക്കുന്ന പോലെയൊന്നും അല്ല. ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ക്രിസ്പിയൊക്കെ നമ്മളെ പഴത്തിൻ്റെ പുറത്തൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്കുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇനി നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പഴത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. കാരണം ആ ഒരു ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. നമ്മൾ ഒരുപാട് തീ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുറത്ത് ബ്രെഡിന്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കഴിക്കാൻ വെറുതെ പറയാനുള്ള കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷനിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് ഇരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി പഴം കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.